ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റമളാനൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ജ്യൂസൊക്കെ അത്യാവശ്യമാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കൊണ്ടുള്ളൊരു ജ്യൂസ് നിങ്ങൾക്കായിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ദാഹവും വിശപ്പും എല്ലാം മാറിക്കിട്ടും. ഒട്ടും തന്നെ കളറും ഒന്നും ചേർക്കാത്ത അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് കാണാം. അതിനായിട്ട് ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റായിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണണേ. അങ്ങനെ ഞാൻ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം നന്നായി കഴുകിയതിന് ശേഷം ഞാനൊരു കുക്കറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. ഈ ഒരു വെള്ളം നമുക്കതിനകത്ത് നിന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ടൊരു 3-4 വിസിൽ കേൾക്കുന്നിടം വരെ വേവിച്ചെടുക്കാം. അങ്ങനെ വേവിച്ചെടുത്താണ് വെള്ളമെല്ലാം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. അതിനുശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ്. ഇപ്പം 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ല ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം അതിനെ ഞാൻ പുറത്ത് വെച്ച് നല്ലപോലെ ഒന്ന് അലിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കട്ടിയായിട്ടുള്ള ഷേക്ക് പോലല്ല ഇത് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലൂസായിട്ട് വേണം ഈ ഒരു ജ്യൂസ് ഇരിക്കാൻ. അങ്ങനെ ക്യാരറ്റെല്ലാം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ കളർ കണ്ടോ, നല്ല അടിപൊളി കളറില്ലേ. അതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഇനി ഒരു 1.5 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയാകും. നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പം ഞാൻ മിൽക്ക് മെയ്ഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പാല് നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചാലും കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ച് അതിനെ കുറച്ച് ലൂസാക്കി എടുക്കണം. അതിന് ശേഷം വേണം ഇതിനെ അടിച്ചെടുക്കാൻ. ഇനി ഇതിനെ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ അടിച്ചെടുത്ത ആ ഒരു ജ്യൂസിലേക്ക് കുറച്ച് രസകദളി പഴമാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആപ്പിളും കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കസ്കസ് കുതിർത്തതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഇഷ്ടമുള്ളതനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ക്യാരറ്റിൻ്റെ ജ്യൂസാണെന്ന് ഒന്നും അറിയേയില്ല. അടിപൊളി ടേസ്റ്റാണ്. മക്കളൊക്കെ കുടിച്ചപ്പോൾ അവർക്കെല്ലാം നല്ല ഇഷ്ടമായിട്ട് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു ജ്യൂസ് മാത്രം മതിയാകും. വിശപ്പും ദാഹവും എല്ലാം നല്ല രീതിയിൽ മാറിക്കിട്ടും. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പ് സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാ വീടുകളിലും ജ്യൂസൊക്കെ ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ജ്യൂസ് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ചും ചൂടും കൂടെ ഒക്കെ ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ജ്യൂസാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഒരുപാട് പണികളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.